Hello everyone, welcome back to yet another video of Natural Lines. Today I would like to deal with the short story written by Amrita Pradham, and the title of the short story is The Weed. And this particular short story is written in Punjabi and later it is translated into English, so I'll be dealing with the English version. So moving to the summary part of the short story. This short story portrays the story of a girl named Anguri. നമ്മുടെ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്കൂരി എന്ന് പറയുന്ന ഒരു വില്ലേജ് ഗേളാണ്. The narrator introduces Anguri as the new bride of Prabhati, who is a servant of her neighbor's neighbor. നമ്മുടെ ഈ ഒരു സ്റ്റോറി പറയുന്നത് നമ്മുടെ നറേറ്ററാണ് ഈ സ്റ്റോറി ഇങ്ങനെ മുന്നേക്ക് കൊണ്ടുപോകുന്ന പോലെ നമുക്ക് വേണ്ടി നറേറ്റ് ചെയ്ത് തരുന്നത്. ആൻഡ് നറേറ്റർ ഇൻട്രൊഡ്യൂസസ് ദിസ് പെർട്ടിക്കുലർ ക്യാരക്ടർ അങ്കൂരി ആസ് ദി ബ്രൈഡ് ഓഫ് പ്രഭതി എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ് അങ്കൂരി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നറേറ്റർ ഈ ഒരു ഷോർട്ട് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രഭതി എന്ന് പറയുന്നത് നമ്മുടെ നറേറ്ററിൻ്റെ നെയ്ബറിൻ്റെ സെർവൻ്റാണ്. ഓക്കെ, സോ അബൌട്ട് 6 years ago പ്രഭതി ഹാഡ് ഗോൺ ഹോം ടു ക്രിമേറ്റ് ഹിസ് ഫസ്റ്റ് വൈഫ്. ഇനി എങ്ങനെയാണ് പ്രഭതി അങ്കൂരിയെ വിവാഹം ചെയ്തത് എന്നാണ് നമ്മുടെ നറേറ്റർ പറയുന്നത്. ഈ നറേറ്റർ എന്ന് പറയുന്നത് അമൃത പ്രധാം തന്നെയാണ്. സോ അത് ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം അതൊരു ക്യാരക്ടറായിട്ട് പിന്നീട് കൺഫ്യൂസ്ഡ് ആവണ്ട എന്ന് ഓർത്തുകൊണ്ടിട്ടാണ് ഞാൻ നറേറ്റർ ഓർ ദി ഓതർ എന്ന് പറയുന്നത്. സോ അബൌട്ട് 6 years ago പ്രഭതി ഹാഡ് ഗോൺ ഹോം ടു ക്രിമേറ്റ് ഹിസ് ഫസ്റ്റ് വൈഫ്. അതായത് അയാളുടെ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി. അതൊരു 6 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു. അന്നാണ് പ്രഭതി അയാളുടെ വീട്ടിലേക്ക് പോയത് വൈഫിനെ ക്രിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്കൂരീസ് ഫാദർ അപ്രോച്ച്ഡ് ഹിം ആൻഡ് ഓഫേർഡ് ഹിസ് ഡോട്ടർ. അങ്ങനെ തൻ്റെ ഫസ്റ്റ് വൈഫിൻ്റെ ആ ഒരു ഫ്യൂണറൽ സെറിമണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അയാൾ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അങ്കൂരിയുടെ അച്ഛൻ അയാളുടെ അടുത്ത് ചെന്നിട്ട് തൻ്റെ മകളെ പ്രഭതിക്ക് കല്യാണം കഴിപ്പിച്ച് തരാം എന്ന ഒരു സമ്മതം കൊടുക്കുന്നത്. However, their marriage was postponed for 5 years for 2 reasons: her tender age and her mother's paralytic attack. അപ്പോൾ അങ്കൂരിയുടെ ഫാദർ ഈ ഒരു കല്യാണം ഒരു മാരേജ് ഫിക്സേഷൻ അത് ഉറപ്പിച്ചതിന് ശേഷം അവർക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറ്റിയില്ല പ്രഭതിക്ക്. അതിൻ്റെ റീസൺ ഇതായിരുന്നു: ഒന്ന്, അവൾ വളരെ ചെറിയ ഏജായിരുന്നു, ആൻഡ് രണ്ടാമത്തെ കാര്യം അങ്കൂരിയുടെ അമ്മയ്ക്ക് ചില ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വിച്ച് മീൻസ് പാരലിറ്റിക് അറ്റാക്ക്. സോ അതുകൊണ്ട് ദേ ആർ വെയിറ്റഡ് ഫോർ ലോങ് 5 years, ഒരു 5 വർഷം അവർക്ക് ഒരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. എന്നതിന് ശേഷമാണ് അവർ കല്യാണം കഴിക്കുന്നത്. When at last Prabhati was invited to take his bride away, his employer restricted as they would not make arrangement for Anguri's food. കല്യാണം കഴിച്ചിട്ടാണെങ്കിലോ അങ്കൂരിയെ അയാൾക്ക് പ്രഭതി താമസിക്കുന്ന ഈ ഒരു സിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അയാളുടെ എംപ്ലോയർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അങ്കൂരിക്ക് കൂടി അക്കോമഡേഷൻ കൊടുക്കുക, ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ചിലവുള്ള കാര്യമാണ്. സോ അവരതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആൻഡ് പ്രഭതി ടോൾഡ് ഹിം അങ്കൂരി കുഡ് കീപ് ഹെർ ഓൺ ഹൗസ്. ദ എംപ്ലോയർ എഗ്രീഡ്. അപ്പോൾ പ്രഭതി പറഞ്ഞു, കുഴപ്പമില്ല, അങ്കൂരി ഞങ്ങൾ മാറി വേറെ താമസിച്ചോളാം, നമുക്ക് ചിലവിന് തരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. ആൻഡ് അപ്പം എംപ്ലോയർ അത് സമ്മതിക്കുന്നുമുണ്ട്. This is how she started her new life in city. At first, she kept parda from both men and women, but later on, veil soon started to shrink until it covered only her hair. അപ്പം ഇതൊക്കെയാണ് അവളുടെ സിറ്റി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അപ്പം ഇത് തുടക്കത്തിൽ അവൾ പർദ്ദയൊക്കെ ധരിച്ചിരുന്നു, ബോത്ത് മെൻ ആൻഡ് വുമൺ, അവളെ കാണേണ്ട അവൾ ഒരു പ്രൈവസി ആഗ്രഹിച്ചിരുന്നു. ബട്ട് ലേറ്റർ ആ പർദ്ദ എന്ന് പറയുന്നത് പിന്നീട് തല മാത്രം കവർ ചെയ്യുന്ന രീതിയിലേക്ക് മാറി. ദ ഓതർ യൂസ് ടു ടോക്ക് ടു ഹെർ ആൻഡ് ഷീ വാസ് വെരി ഫോണ്ട് ഓഫ് വെയറിങ് ഓർണമെൻറ്റ്സ്. അപ്പം നമ്മുടെ ഓതർ, നമ്മുടെ നറേറ്റർ അല്ലെങ്കിൽ അമൃത പ്രധാം എപ്പോഴും അങ്കൂരിയോട് സംസാരിക്കും. കാരണം അങ്കൂരിക്ക് ഭയങ്കര ഓർണമെൻറ്റ്സിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്, ഭയങ്കര ക്രേസാണ്. അപ്പോൾ അതൊക്കെ ഷോർട്ട് സ്റ്റോറി പറയുന്നുണ്ട്. നോസ്പിനെ പറ്റി പറയുന്നുണ്ട്, അവളുടെ ഓരോ ഓർണമെൻറ്റ്സിനെയൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴും അത്തരത്തിലുള്ള കോൺവെർസേഷൻസ് ഉണ്ടാവാറുണ്ട്. The weather became hot with the turn of the season. She couldn't stay indoors. She started to sit outside the hut under the neem tree near to the well of narrator's house. അങ്ങനെ ഇരിക്കുകയാണ്, ചൂടുകാലം വന്നു, സമ്മർ സീസണായി. അപ്പോൾ അങ്കൂരിയുടെ ഹട്ടിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ സാധിക്കുന്നില്ല, അവൾ പുറത്തേക്കൊക്കെ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ നറേറ്ററിൻ്റെ വീടിനടുത്ത് ഒരു നീം ട്രീ ഉണ്ട്, അതിൻ്റെ താഴെ വന്നിരിക്കും, അതിൻ്റെ അരികത്തൊരു വെല്ലുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും വന്ന് അവർ ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാറുണ്ട്, നറേറ്ററുമായിട്ട് സംസാരിക്കാറുണ്ട്. One day the narrator was reading, and when Anguri came, she asked her what she was reading.
Anguri had a negative attitude on reading. When the narrator wanted to know the reason, she replied that it was a sin for women to read. For city women, it's not a sin. അപ്പോൾ ഒരിക്കലും നമ്മുടെ നരേറ്റർ പുസ്തകം വായിക്കുന്ന കണ്ടപ്പം അങ്കുരി ചോദിക്കുന്നുണ്ട്, വായിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ വായിക്കാൻ പാടില്ല. ബിക്കോസ് ഫോർ വില്ലേജ് ഗേൾ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ സിൻ. ഞങ്ങൾക്കതൊരു പാപമാണെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. സോ അവൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. പക്ഷേ സിറ്റിയിലുള്ള സ്ത്രീകൾക്ക് കുഴപ്പമില്ല, അവർക്കിത് പാപമൊന്നുമല്ല എന്ന് അവരുടെ നാട്ടിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നുകൂടി അവൾ പറയുന്നുണ്ട്. സോ അങ്കുരി ഹാഡ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദിസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. They both laughed at this remark, and the narrator didn't want to break the peaceful conviction of Anguri and her village. അപ്പോൾ അങ്കൂരിയുടെ ഒരു വിചിത്രമായിട്ടുള്ള, അങ്കൂരിയുടെയും അങ്കൂരിയുടെ നാട്ടിലെയും ഈ ഒരു ഒരു സ്ത്രീ വായിക്കാൻ എടുക്കുമ്പോൾ അത് പാപമാണെന്ന് പറയുന്നത്, അതൊക്കെ നമ്മുടെ നരേറ്ററിന് ഭയങ്കര ഒരു സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ നരേറ്റർ അതൊന്നും ബ്രേക്ക് ചെയ്യുന്നില്ല, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ബിക്കോസ് അങ്കൂരിക്ക് അതാണ് വിശ്വസിക്കാൻ താല്പര്യമെങ്കിൽ എന്തുകൊണ്ട് അവളുടെ കൺവിക്ഷൻ ഞാനായിട്ട് തിരുത്തണം? അതിൻ്റെ ആവശ്യമില്ല, അവൾ അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ എന്ന് കരുതി നരേറ്റർ അത് അങ്കുരിക്ക് വിട്ടുകൊടുക്കുന്നു. ആൻഡ് എഗെയിൻ അവർ തമ്മിൽ ചെറിയ പല കോൺവെർസേഷൻസിലേക്കും പോകുന്നതായിട്ട് കാണുന്നുണ്ട്. Anguri was a beautiful young girl with a dark complexion. Her body and muscles have such a perfection. But Prabhati was completely opposite to her. He was old, short, and there was no parity. അപ്പോൾ അങ്കൂരിയുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആണ് പറയുന്നത്. അവൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, യങ് ആണ്, അവൾ ഡാർക്ക് കോംപ്ലക്ഷൻ ആണ്, പക്ഷേ അവളെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം പ്രഭതി എന്ന് പറയുന്നത് ഇവളായിട്ട് ഒരു മാച്ചും ഇല്ല. അയാൾ ഇത്തിരി പ്രായമുള്ള ഒരാളാണ്, അയാൾ ഷോർട്ടാണ്, അവർ തമ്മിലൊരു മാച്ച് ഇല്ല എന്നുള്ളതേ പറയാം. പക്ഷേ അവളുടെ ബോഡിയും അവളുടെ മസിൽസും അവളുടെ ആ ഒരു അകാര ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അത് നരേറ്റർ നോട്ടീസ് ചെയ്യുന്നുണ്ട്, അവർ തമ്മിലൊരു മാച്ച് ഇല്ലല്ലോ എന്നുള്ളത്. One day, the narrator asked Anguri how marriages were fixed in the village. She replied, a girl when she is 5 or 6 adores someone's feet. He is the husband. When she asked how the girls knew those feet she should adore, Anguri replied, her father takes money and flowers and puts them at his feet. അപ്പോൾ ഒരിക്കൽ നരേറ്റർ അങ്കൂരിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് കല്യാണമൊക്കെ ഉറപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്കൂരി പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഒരു പെൺകുട്ടി 5 or 6 വയസ്സാകുകയാണെങ്കിൽ അവൾ ഒരാളുടെ കാലിൽ പോയി വീഴും, അയാളെ അവൾ കല്യാണം കഴിക്കണം. അപ്പോൾ നരേറ്റർ ചോദിക്കുന്നുണ്ട്, ഒന്നും അറിയാണ്ട് ഒരാളുടെ കാലിൽ പോയി വീഴുക എന്ന് പറഞ്ഞിട്ട് അതും 5 or 6 വയസ്സുള്ളൊരു കുട്ടി, അപ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, അതിന് ഞങ്ങൾ കാണുന്നതിന് മുമ്പ് ഞങ്ങളുടെ അച്ഛനാണ് അത് തീരുമാനിക്കുന്നത്. അച്ഛനാണ് പൈസയും മണിയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഈ തൻ്റെ മകളെ കെട്ടാൻ പോകുന്ന ആളാരാണോ അയാൾക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത്. എന്നിട്ടാണ് അയാൾ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് വഴിതിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് നമ്മുടെ ഓതറിന് അല്ലെങ്കിൽ നരേറ്ററിന് തോന്നുന്നത്. ഭയങ്കര വിചിത്രമായിട്ടുള്ളൊരു കസ്റ്റമായിട്ട് ഓതറിന് തോന്നുന്നുണ്ട്. The narrator was unable to accept this strange custom and asked, not a single girl ever sees her future husband? അപ്പോൾ നരേറ്ററിന് ഇത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നരേറ്റർ പറയുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നത്? ഒരു പെൺകുട്ടിക്ക് അയാളുടെ കല്യാണം കഴിക്കുന്ന ആളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ലേ? അല്ലെങ്കിൽ കാണാനുള്ള ഒരു ചാൻസ് പോലും ഇല്ലേ? 5 or 6 വയസ്സുള്ളപ്പോൾ തൻ്റെ അച്ഛൻ പറയുന്ന ആളെ കല്യാണം കഴിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുക, അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സോ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നരേറ്റർ ചോദിക്കുന്നുണ്ട്. No, she hesitated. After a long pensive pause, she added, those in love, they see them. എല്ലാവരുടെയും കാര്യം ഇങ്ങനെയല്ല. ഇനി പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് നേരത്തെ ആളെ കാണാമല്ലോ എന്നവൾ പറയുന്നുണ്ട്. Those in love, they don't sin, the narrator asked. അപ്പോൾ നരേറ്റർ ചോദിക്കുന്നുണ്ട്, പ്രണയിച്ച് കല്യാണം കഴിച്ചാൽ അതൊരു തെറ്റല്ലേ? വായിക്കുന്നതും എഴുതുന്നതും തെറ്റാണല്ലോ നിൻ്റെ വില്ലേജിൽ, അങ്ങനെയാണെങ്കിൽ ഇതും ഒരു പാപമായിരിക്കില്ലേ എന്ന് നരേറ്റർ ചോദിക്കുന്നുണ്ട്. See, what happens is that a man makes the girl eat the weed and then she starts loving him. He gives it to her in pan. After that, nothing satisfies her but to be with him, her man. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ പറയട്ടെ, അതായത് ഒരാൾക്ക് ഒരാളോട് പ്രണയം തോന്നണമെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു വീടുണ്ട്. വീടെന്ന് പറയുന്നത് ഒരുതരം ചെടി എന്ന് നമുക്ക് പറയാം, കള, അങ്ങനെ പല അർത്ഥങ്ങൾ നമുക്ക് കൊടുക്കാം. ഈ ചെടി ഒരു പാനിലോ സ്വീറ്റിലോ അരച്ച് കലക്കി ചേർത്ത് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് കൊടുത്താൽ അയാൾക്ക് ഈ കൊടുക്കുന്ന ആളാരാണോ അയാളോട് ഭയങ്കരമായിട്ട് പ്രേമം തോന്നും അല്ലെങ്കിൽ പ്രണയം തോന്നും. അങ്ങനെയാണ് അവർ പിന്നെ ഒളിച്ചോടി പോകും. അങ്ങനെയാണ് അവരോടൊരു ബിലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവർക്ക് ഇതൊരു പ്രശ്നമല്ലല്ലോ. കാരണം ആരെ വേണമെങ്കിലും ഈ ഒരു പാനിൽ ഈ പറഞ്ഞ പോലെ ഈ വീട് അരച്ച് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ വശീകരിക്കാവുന്നതാണ്. സോ ഇറ്റ്സ് എ മാജിക്കൽ വീഡ്, അങ്ങനെ അവൾ പറയുവാണ്.
Anguri witnessed this incident from the life of her friend. She went crazy and ran away with him to the city. പിന്നെ അവൾ നരേറ്ററോട് പറയുന്നത് ഞാനത് വെറുതെ പറയുന്നതല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ലൈഫിൽ നിന്ന് ഞാനിത് വിറ്റ്നസ് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ ഫ്രണ്ടിന് ഇതുപോലെ തന്നെ ഒരാൾ ഇങ്ങനെ എന്താ പറയുക ഈ ഒരു വീട് അരച്ച് കലക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾക്ക് അങ്ങനെ അയാളുടെ കൂടെ ഒളിച്ചോടി പോകേണ്ടി വന്നു. The girls in love go crazy, singing all night, never comb their hair and will not stop crying. ഇനി ഒരു പെൺകുട്ടി പ്രണയത്തിലായി എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന എന്താ പറയുക കുറേ അടയാളങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറേ ചില സിംറ്റംസ് ഉണ്ട്. അത് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ദ ഗേൾസ് ഇൻ ലവ് ഗോ ക്രേസി സിംഗിങ് ഓൾ നൈറ്റ്, അതായത് നിർത്താതെ പാട്ട് പാടിക്കൊണ്ടിരിക്കും, അധികം സംസാരിക്കില്ല, നെവർ കോം ദെയർ ഹെയർ, ഒരിക്കലും മുടി എപ്പോഴും അഴിച്ചിടും, എന്താ പറയുക മുടി കെട്ടി വയ്ക്കത്തില്ല, ആൻഡ് വിൽ നോട്ട് സ്റ്റോപ്പ് ക്രൈയിങ്, കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊക്കെയാണ് നമ്മളൊരാൾ ഫെൽ ഇൻ ലവ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറേ എന്താ പറയുക അടയാളങ്ങൾ. സോ അങ്കൂരീസ് മദർ വാണ്ട് ഹർ നോട്ട് ടു ടേക്ക് പാൻ ഓർ സ്വീറ്റ്സ് ഫ്രം എനി വൺ, മെൻ പുട്ട് ദ വീഡ് ഇൻ ദം. അപ്പം അങ്കൂരി പറയുന്നുണ്ട്, എൻ്റെ അമ്മ ചെറുപ്പത്തിലേ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരാളും തരുന്ന പാനോ സ്വീറ്റോ ഒന്നും മേടിച്ച് കഴിക്കരുത്, അതിൽ ചിലപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വീട് അരച്ച് കലക്കി വെച്ചിട്ടുണ്ടാവും, അപ്പോൾ ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മ ചെറുപ്പത്തിൽ എന്നത് ഓൺ ചെയ്തുകൊണ്ട് ഞാൻ ആരുടെ അടുത്തു നിന്നും ഒന്നും വാങ്ങിച്ച് കഴിക്കാറില്ല. Then, one day, she found Anguri sitting under a neem tree in an abstracted mood. When she asked, Anguri told her to teach her how to read. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു വീണ്ടും നമ്മുടെ നരേറ്ററും അങ്കൂരിയും അവർ സ്ഥിരം കാണുന്ന ഈ നീം ട്രീയുടെ അടിയിൽ കാണുകയാണ്. അപ്പം നരേറ്റർ നോക്കുമ്പം അങ്കൂരി ഭയങ്കര അബ്സ്ട്രാക്റ്റഡ് ആയിട്ട് ഭയങ്കര ഒരു സാഡ് മൂഡിലിരിക്കുന്ന പോലെ തോന്നി. അപ്പോൾ നമ്മുടെ നരേറ്റർ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അങ്കൂരി തിരിച്ചു പറയുന്നത് ടീച്ച് മീ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്, എന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കാവോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. The narrator asked her what she wanted to write and also won't she be sinning if she learned reading and writing. അപ്പോൾ നരേറ്റർ ചോദിക്കുന്നത് നിനക്ക് എന്തിനാ വായിക്കാനും എഴുതാനും പഠിക്കുന്നത്, എന്താ അതിൻ്റെ ഉദ്ദേശം, പിന്നെ നീ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നീ പാപം ചെയ്യില്ലേ, അങ്ങനെയല്ലേ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് എന്ന് നരേറ്റർ ചോദിക്കുന്നുണ്ട്. Anguri didn't answer but once again lost in her thoughts. The narrator went inside to take an afternoon nap. അപ്പം നരേറ്റർ എന്ത് ചോദിച്ചിട്ടും അങ്കൂരി ഒന്നിനും ഒരു കുലുക്കമില്ല, ഒരു ആൻസറും ഇല്ല, എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ നരേറ്റർ കരുതി ഓക്കെ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് കരുതിയിട്ട് നരേറ്റർ അകത്തേക്ക് പോകുന്നു. ഒരു ചെറിയൊരു ഉച്ചമയക്കത്തിന് ശേഷം നരേറ്റർ തിരിച്ച് പുറത്ത് വരുമ്പോഴും when she came out she found Anguri still sitting there singing sadly to herself and crying. നോക്കുമ്പോൾ അങ്കൂരി ആ നെയിം ട്രീയുടെ അടിയിൽ അപ്പോഴും ഇരിക്കുകയാണ്. രാവിലെ ഇരുന്ന അങ്കൂരി ഉച്ചയും കഴിഞ്ഞിട്ടും ഈവനിങ് ആയിട്ടും അവിടെ തന്നെ ഇരിക്കുന്നു. അവൾ എന്താ ചെയ്യുന്നത്, സിംഗിങ് സാഡ്ലി ടു ഹേർസെൽഫ്, ഇങ്ങനെ പാട്ട് നിർത്താതെ പാടിക്കൊണ്ടിരിക്കുന്നു. At the same time she is also crying, അവൾ കരയുന്നുണ്ട്. Then the narrator praised her singing. Anguri said that she didn't know how to sing and she heard her friend singing this song. അപ്പം നരേറ്റർ പറയുന്നുണ്ട് നീ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, എന്ത് രസമാണ് നീ ഇതിൻ്റെ പാട്ട് കേൾക്കാനായിട്ട്. പക്ഷേ അങ്കൂരി പറയുന്നുണ്ട് എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, ഇത് എൻ്റെ എന്താ പറയുക പ്രണയത്തിൽ വീണെന്ന് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് പാടിയിരുന്ന പാട്ടാണ്, അതാണിപ്പോൾ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല. The author asked Anguri if she had cooked her food. She found that Anguri didn't even have her tea. അപ്പോൾ അങ്കൂരിയുടെ ഒരു ഗ്ലൂമി ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു മൂഡ് കണ്ടപ്പോഴേക്കും ഓഥർ ചോദിക്കുന്നുണ്ട് നീ വല്ലതും കഴിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം അവൾ പറയുന്നുണ്ട് ഇല്ല കഴിച്ചില്ല. അപ്പം ഒരു ചായ പോലും കുടിച്ചിട്ട് ദിവസങ്ങളായി എന്ന് നരേറ്ററിന് മനസ്സിലാവുന്നുണ്ട്. Ram Tara, a young and handsome night watchman who used to fetch milk for her, did not bring it. അപ്പോൾ അവളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് റാം താര എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളൊരു നൈറ്റ് വാച്ച്മാനാണ് ആ സിറ്റി ഏരിയയിലുള്ളത്. അയാൾ ഭയങ്കര കാണാൻ ഹാൻഡ്സമും യങ്ങും ഒക്കെയാണ്. അയാളാണ് എപ്പോഴും അങ്കൂരിക്ക് കൊണ്ടുവന്ന് പാലെത്തിച്ചു കൊടുക്കുന്നത്. So now the narrator remembered that Ram Tara had gone to his village for the past 3 days. കഴിഞ്ഞൊരു 3 ദിവസമായിട്ട് രാം താര ഇവിടെ ഇല്ല, അയാൾ നാട്ടിൽ പോയേക്കുവാണ്. അപ്പോൾ അയാൾ കൊണ്ടുവരുന്ന പാല് വെച്ചിട്ടാണ് ഇവൾ ചായ ഉണ്ടാക്കി കുടിക്കുന്നത്. സോ 3 ദിവസമായിട്ട് ഇവൾ ചായ പോലും കുടിച്ചിട്ടില്ല, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഇതെന്താ സംഭവം എന്ന് നരേറ്റർ എന്താ പറയുക ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. Before Anguri's arrival, he used to have his cup of tea with the narrator's place after finishing his duty. When she came, he made his tea at Prabhati's. അപ്പോൾ നരേറ്റർ ഓർക്കുന്നുണ്ട്, അതായത് ഈ അങ്കൂരിയും പ്രഭതിയും ഇവരുടെ നാട്ടിലേക്ക് സിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ രാംതാര എന്ന് പറയുന്ന ആൾ അയാളുടെ വൈകുന്നേരത്തെ ടീ കുടിച്ചിരുന്നത് നമ്മുടെ നരേറ്ററിൻ്റെ സ്ഥലത്ത് വന്നിരുന്നായിരുന്നു, ഈ നീം ട്രീയുടെ ചുവട്ടിൽ. പക്ഷേ അങ്കൂരി വന്നതിന് ശേഷം ഇവർ 3 പേരും കൂടിയാണ് ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതും ചായ കുടിക്കുന്നതൊക്കെ, അതായത് രാംതാരയും പ്രഭതിയും അങ്കൂരിയും.
സോ രാംതാര ഈസ് എ ഗുഡ് ലുക്കിംഗ് ആൻഡ് എനർജറ്റിക് വാച്ചർ ഫുൾ ഓഫ് ജോക്സ്. രാംതാര ആണെങ്കിലും ആരെയും വീഴ്ത്താനുള്ള കഴിവുണ്ട്, കാണാൻ ഭയങ്കര ഹാൻഡ്സാണ്, ഒത്തിരി തമാശകൾ പറയുന്ന ആളാണ്. ദ നറേറ്റർ ആസ്ക്ഡ് അങ്കൂരി ഇഫ് ഷി ഡിഡൻറ്റ് ഈറ്റ് ഫോർ ദി പാസ്റ്റ് 3 days ആൻഡ് ഗോട്ട് എ വേഗ് റിപ്ലൈ ഫ്രം ഹർ. അപ്പോൾ നറേറ്റർ വീണ്ടും ചോദിക്കുകയാണ്, നീ 3 ദിവസമായിട്ടൊന്നും കഴിച്ചിട്ട് പോലുമില്ല, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴും അങ്കൂരിയുടെ കയ്യിൽ നിന്ന് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുന്നില്ല, ഒരു വേഗ് റീപ്ലൈ മാത്രമാണ് അവൾക്ക് കിട്ടുന്നത്. Then the narrator asked her, Anguri, could it be the wheat? Tears flowed down her face and accepted what she told. അപ്പോൾ നരേറ്ററിനൊരു സംശയം തോന്നി. നരേറ്റർ ചോദിക്കുകയാണ്, അങ്കൂരി, നീ അന്ന് പറഞ്ഞ വീടുണ്ടല്ലോ, അത് ആയിരിക്കുമോ നീ കഴിച്ചത്, അതുകൊണ്ടായിരിക്കുമോ നിനക്ക് ഇങ്ങനെ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. The story ends with Anguri's words, curse on me, I never took sweet from him, not a betel even, but tea she could not finish. അപ്പോൾ അവൾ പറയുന്നുണ്ട് അതേ എന്നുള്ള അർത്ഥത്തിൽ എന്താണ് കേഴ്സ് ഓൺ മീ, ശാപമാണ്, അല്ലെങ്കിൽ ഞാൻ ആരിൽ നിന്നും ഒരു സ്വീറ്റ് പോലും വാങ്ങിച്ച് കഴിച്ചിട്ടില്ല, ഒരു ബെറ്റൽ പോലും, ഒരു മുറുക്കാനോ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ചായ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ വിച്ച് മീൻസ് രാംതാര എന്ന് പറയുന്ന ആൾ അങ്കൂരിയെ അട്രാക്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അങ്കൂരിയെ പ്രണയത്തിലേക്ക് വീഴ്ത്താൻ വേണ്ടിയിട്ട് ചായയിൽ എന്താണ് ഈ വീട് കലക്കി കൊടുത്തു എന്നുള്ളൊരു കൺക്ലൂഷനിലോട് കൂടിയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ സമ്മറി പാർട്ട് ഓഫ് ദിസ് ഷോർട്ട് സ്റ്റോറി. നൗ ഐ എം മൂവിങ് ടു ദി അനാലിസിസ് പാർട്ട്. ഫേസ്റ്റ്ലി ഐ എം ഡീലിംഗ് വിത്ത് ദ തീംസ്. ഇതിൽ മെയിനായിട്ട് തീം എന്ന് പറയുന്നത് ചൈൽഡ് മാരേജ് ആണ്. അതായത് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, പ്രഭതിക്ക് അങ്കൂരിയെ വിവാഹം കഴിക്കാനായിട്ട് 5 വർഷം കാത്തിരിക്കേണ്ടി വന്നു, ബിക്കോസ് ഓഫ് എ ടെൻഡർ ഏജ്. അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ എന്താ പറയുക, കല്യാണം കഴിപ്പിച്ച് വിടുകയാണ് എന്നുള്ളൊരു മീനിങ് തന്നെയാണ് അവിടെ വരുന്നത്. സോ ഇഷ്യൂസ് റിലേറ്റഡ് ടു ചൈൽഡ് മാരേജ് അതിവിടെ നമുക്ക് പറയാവുന്നതാണ്. ദെൻ ദി സെക്കൻഡ് വൺ ഈസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അത് ഫ്രം ദി ബിഗിനിങ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു വിമൺ അല്ലെങ്കിൽ ഒരു ഗേളിന് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അവളുടെ ലൈഫ് ചൂസ് ചെയ്യാനുള്ള ഒരു അധികാരമോ അല്ലെങ്കിൽ ഇഷ്ടമോ ഒന്നും ഇവിടെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അത് മുഴുവൻ കംപ്ലീറ്റ്ലി അവളുടെ ഫാദറാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ദേ ആർ നോട്ട് സപ്പോസ് ടു റീഡ് ആൻഡ് റൈറ്റ്. അവർക്ക് എഴുതാനും വായിക്കാനും പാടില്ല എന്ന് അങ്കൂരി പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. എന്നാൽ പുരുഷന്മാരുടെ കാര്യം എന്താണ്, ഇതുപോലെയാണോ, അങ്ങനെയൊന്നും അവിടെ എടുത്ത് പറയുന്നില്ല. സ്ത്രീകൾക്ക് മാത്രമാണ് എല്ലാ റെസ്ട്രിക്ഷൻസും കാണിക്കുന്നത്. സോ വി ക്യാൻ സി the theme as of the gender discrimination. Then it questions women rights. അതായത് നേരത്തെ പറഞ്ഞ റീഡിങ്ങും റൈറ്റിങ്ങും അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിമൻ്റെ റൈറ്റിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിട്ട് പലപ്പോഴും നമുക്ക് ഈ ഷോർട്ട് സ്റ്റോറിയിൽ കാണാൻ പറ്റും. ദെൻ ഡോമിനേഷൻ, അത് അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ജെൻഡർ ഡിസ്ക്രിമിനേഷനിൽ വരുന്നതാണ്. ദെൻ ഡിനയൽ ഓഫ് ഫ്രീഡം, അതായത് ഒരു 5-6 വയസ്സായിട്ടുള്ളൊരു പെൺകുട്ടി ഒന്നും അറിയാതെ തൻ്റെ അച്ഛൻ എന്താ പറയുക സമ്മതം മൂളി ഒരു ആളെ വിവാഹം കഴിക്കുക, അതും ആരാണെന്നറിയാതെ തന്നെ, സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദി ഡിനൈ ദ ഫ്രീഡം, ഒരാളുടെ സ്വാതന്ത്ര്യത്തെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ കംപ്ലീറ്റ്ലി ഓവറോൾ നമ്മൾ പറയുവാണെങ്കിൽ സൂപ്പർസ്റ്റിഷൻസ്, കസ്റ്റംസ് ആൻഡ് ബിലീവ്സ് ഇൻ എ റൂറൽ സൊസൈറ്റി ആർ ദ ടൂൾസ് ഓഫ് പാട്രിയാർക്കി ടു സപ്രസ് വുമൺ. അതായത് ചില എന്താ പറയുക അന്ധവിശ്വാസങ്ങൾ, അല്ലെങ്കിൽ ബ്ലൈൻഡ് ബിലീവ്സ്, അല്ലെങ്കിൽ ചില കസ്റ്റംസ്, ചില ആചാരങ്ങൾ, ഇതെല്ലാം ഒരു ഗ്രാമത്തെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഈ ഒരു അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാം ശരിക്കും ഇറ്റ്സ് എ ടൂൾസ് ഓഫ് പാട്രിയാർക്കി അല്ലേ. ഒരു എന്താ പറയുക സ്ത്രീകളെ അടിച്ചമർത്താനുള്ള അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശം നിഷേധിക്കാനുള്ള അവരുടെ ഒരു റൈറ്റ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ചില ടൂൾസ് മാത്രമാണ്. അല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരാളോട് വായിക്കാനും എഴുതാനും പാടില്ല, അല്ലെങ്കിൽ അതൊരു പാപമാണ്, ഇങ്ങനെയൊന്നും നമുക്ക് ഒരു ഇതിലും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ആക്ച്വലി സ്ത്രീകൾ അവരുടെ ആ ഒരു സർക്കിൾ ഓഫ് ഇതിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബൗണ്ടറിയിൽ നിന്ന് ദേ ഷുഡ് നോട്ട് ഗെറ്റ് ഫ്രീഡം. അവർക്ക് ഫ്രീഡം കിട്ടാൻ പാടില്ല. ദേ ആക്ച്വലി ഡോമിനേറ്റഡ് ദാറ്റ് എന്താ പറയുക വിമൻ സൊസൈറ്റി. വിമൻ്റെ ആ ഒരു അധികാരങ്ങളും അല്ലെങ്കിൽ ഇഷ്ടങ്ങളും അവളുടെ ഫ്രീഡത്തിനെയും എല്ലാം നമ്മൾ എന്താ പറയുക സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ചില കാരണങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള സൂപ്പർസ്റ്റിഷൻസ്, കസ്റ്റംസ് ആൻഡ് ബിലീവ്സ് ഇൻ എ റൂറൽ സൊസൈറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദി analysis part. So thank you for watching. For more literature content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.